പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ സിനിമയുടെ റിവ്യൂ പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. ജാനേമാൻ എന്ന് പറയുന്നൊരു സിനിമ ഒരു 2-3-4 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു മലയാളം പടമാണ് ജാനേമാൻ. ആ ചിത്രം എന്ന് പറഞ്ഞാൽ ആ വർഷം അല്ലാതെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കാലത്തിന് ശേഷം ഒരു മലയാളം പടം 100 ദിവസം തിയേറ്ററിൽ ഓടിയൊരു ചിത്രമായിരുന്നു ജാനേമാൻ. പിന്നെ വേറൊരു പടം എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ ഒരു പടമുണ്ട് തൂങ്കാവനം. പിന്നെ ദിലീപിൻ്റെ വെട്ടം സിനിമയുടെ സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഇങ്ങനെ ഇത് എടുത്ത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലൊക്കേഷൻസ് ഇല്ല. ഒരേ ഒരു ലൊക്കേഷൻസ് വെച്ച് കുറേ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഒരു സീൻ പോലും ബോറടിപ്പിക്കാതെ 2-2.5 മണിക്കൂർ നമ്മളെ ആ സിനിമയ്ക്കകത്ത് പിടിച്ചിരുത്തുന്ന കുറച്ച് ചിത്രങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് തൂങ്കാവനം, ജാനേമാൻ, പിന്നെ ഇപ്പോൾ ഈ കണ്ട വ്യസന സമേതം ബന്ധുമിത്രം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത് ഒരേ ലൊക്കേഷനിൽ തന്നെ, വേറെ ഒരു ലൊക്കേഷനിലെയും കാണിക്കാതെ, അതുപോലെ വേറെ ലൊക്കേഷൻസിലുള്ള ക്യാരക്ടറിനെ ഉൾപ്പെടുത്താതെ ഒരേ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഏരിയ, ആ ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ചിട്ട് അത് ഓഡിയൻസിനെ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെ ഒരു തരി പോലും ലാഗ് അടിപ്പിക്കാതെ എടുത്തിട്ടുള്ള സിനിമകളാണ് ഇത്. ഈ ജാനേമാൻ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അയലോക്കത്തെ 2 വീടുകൾ, ഒരു വീട്ടിൽ ഒരു റീയൂണിയൻ, പഴയ പഠിച്ച കുട്ടികൾ റീയൂണിയൻ ചെയ്യുന്നു, ഒരു ഓപ്പോസിറ്റുള്ള വീട്ടിൽ ഒരു മരണം നടക്കുന്നു. അപ്പം ആ ലൊക്കേഷൻ ഒറ്റ ലൊക്കേഷനിൽ വെച്ചിട്ടുണ്ട് ആ സിനിമ എന്ത് എൻഗേജിങ് ആയിട്ടാണ് എടുത്തത്. അതേപോലെയാണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീടും പറമ്പും മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലൊരു മരണം നടക്കുന്നു. അപ്പം മരണം എങ്ങനെ നമ്മളെ ഒരു എൻഗേജിങ് ചെയ്ത് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ പിടിച്ചിരുത്താൻ പറ്റുമോ അത് മാക്സിമം ഈ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ പ്ലേ വരേണ്ടത് ഈ ടൈപ്പ് പടങ്ങൾക്കാണ്. കാരണം ഇത് ഒരിടത്ത് പാളി കഴിഞ്ഞാൽ പോയി. ഏറ്റവും ബോറടിപ്പിക്കുന്ന ഒരു ഏരിയ ആയിട്ടുള്ള സംഭവമാണിത്. പക്ഷെ അത് മനോഹരമായിട്ടാണ് ഈ ഡയറക്ടർ എടുത്തിരിക്കുന്നത്. ഇപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു പടമുണ്ട്, ചെമ്പൻ വിനോദ് അഭിനയിച്ച ഒരു മരണം കാണിക്കുന്നതാണ്. അതേക്കെ പോലെ തന്നെ ഒരു ബോഡി കത്തിക്കാൻ വേണ്ടി, അതായത് മരിച്ചു കഴിഞ്ഞാൽ ആ മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പക്ക എൻ്റർടൈനിങ് ആയിട്ട് എടുത്ത പടമാണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. തിയേറ്ററിലൊന്നും ഞാൻ കണ്ടില്ല, ഇപ്പോൾ HD പ്രിൻ്റ് വന്നപ്പോഴാണ് കണ്ടത്. തൂങ്കാവനം അതുകൊണ്ടാണ് കമലഹാസൻ്റെ ഒരു ഹോട്ടലിനകത്താണ് ഫുള്ള് പടവും. എന്ത് രസമാണ് കണ്ടിരിക്കുക. വെട്ടം സിനിമയുടെ സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ലേ, അതൊരു ഹോട്ടലിലാണ്. ആ കല്യാണത്തിനുള്ള ഹോട്ടലിൽ വെച്ചിട്ട് നമ്മളെ ഏറ്റവും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന അത് അത്രയ്ക്കും ബെസ്റ്റായിട്ട് സ്ക്രീൻ പ്ലേ എഴുതിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ആ കാര്യത്തിൽ ഇപ്പോൾ ഈ സിനിമ എടുത്തേക്കുന്ന ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പിന്നെ സിജു സണ്ണിയാണ് ഇതിനകത്ത് നായകൻ, അനശ്വര നായിക. പിന്നെ കൂടെ വന്ന സിജു സണ്ണിയുടെ കൂടെ വന്ന ഫ്രണ്ട് ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതായത് ബൈജു അങ്ങേര് എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെയുള്ള. പിന്നെ ഇത് തിരുവനന്തപുരത്താണ് ഈ ലൊക്കേഷൻ നടക്കുന്നത് കൊണ്ട് ബൈജുവിന് പിന്നെ വിഷയമില്ല, കാരണം പുള്ളി തിരുവനന്തപുരമാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അദ്ദേഹത്തിന് അവരുടെ പേര് മറന്നുപോയി, മുടി വളർത്തിയൊരു നമ്മുടെ ഈ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഐ എം സൂപ്പർ ഹീറോ അങ്ങനെയൊക്കെ പറയുന്ന ഒന്നിച്ച് ചേർന്ന് കുറച്ച് പേരുണ്ടല്ലോ, അതിൽ അവനുണ്ടായിരുന്നു. അവൻ നല്ല ഒരു കുടിയൻ, ഒരു കമ്പനി കൂടാനുള്ള ഒരു പരിപാടി, അവരുടെ സെറ്റപ്പ് കിടിലമായിരുന്നു. പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത മുരളി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത പിന്നെ അസീസ് ഇപ്പോൾ അടിപൊളിയാണ്. അസീസ് ഇപ്പോൾ ഒത്തിരി കിടിലൻ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് കോമഡി സ്റ്റാറിലൊക്കെ വന്നിട്ട് നെൽസൻ്റെയൊക്കെ കൂടെ വന്നിട്ട് അവരുടെ ആ ഒരു സെറ്റപ്പിൽ വന്നിട്ട് ഏറ്റവും ലെവലിലെത്തിയത് അസീസും നോബിയും. അതിൽ അസീസാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു ചിത്രമാണിത്. നല്ല എൻഗേജിങ് ചെയ്ത് എടുത്ത്, അതായത് ഒരു ലൊക്കേഷൻസ് ഒന്നും അധികം മാറ്റാതെ ഒറ്റ ലൊക്കേഷനിൽ ഏറ്റവും മനോഹരമായിട്ട് എടുത്ത ചിത്രമാണിത്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കാണുക. പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു സിനിമ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.